വ്യൂവേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഫോക്കസ് ഓൺ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഞാനിന്ന് നിൽക്കുന്നത് ഊട്ടിയിലാണ്. ഊട്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായി അറിയാം. ഓരോ വ്യക്തികൾക്കും കിട്ടിയിരിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ കിട്ടിയ അവസരമെന്നത്. ആസ്വദിച്ച് ജീവിച്ചാലും അല്ലാതെ ജീവിച്ചാലും ഈ ലോകത്ത് നിന്ന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങിക്കൊടുത്തേ മതിയാകൂ. കാരണം ഈ ലോകവും ലോകത്തുള്ള ഒന്നും ആർക്കും ആരുടെയും സ്വന്തമല്ല എന്നത് തന്നെ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ അവസരങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കുക. അവരവരുടെ കാഴ്ചപ്പാടുകളനുസരിച്ച് പലതരത്തിൽ ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയും. അതിലൊരു മാർഗമാണ് വിനോദയാത്ര. എല്ലാവരും ഞങ്ങൾ പോകുന്ന പോലെ പോകണം എന്നല്ല. കഴിയുമെങ്കിൽ അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ വിനോദയാത്രകൾ ചെയ്യുക. വീടും ജോലിയും പണസമ്പാദ്യവും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും മാത്രമായി ജീവിതത്തെ കാണാതെ ജീവിതത്തെ ആസ്വദിക്കാനുള്ള വഴികൾ കണ്ടെത്തുക കൂടി ചെയ്യുക. കുട്ടികളുടെ പരീക്ഷ സമയം ആയതുകൊണ്ട് മറ്റു കൂട്ടുകാരെയും ഫാമിലിയെയും കൂട്ടാതെ ഞങ്ങളുടെ കുടുംബം മാത്രമായി കോന്നിയിൽ നിന്നൊരു യാത്ര. കോന്നി പാലക്കാട് വഴി കോയമ്പത്തൂരിൽ നിന്ന് ഊട്ടിയിലേക്ക്, പിന്നീട് ഊട്ടിയിൽ നിന്നും പൊള്ളാച്ചി വഴി ആനമല ടൈഗർ റിസർവ് വഴി ആതിരപ്പള്ളി കോന്നി. യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. മോൻ്റെ പരീക്ഷയും സെൻഡ് ഓഫുമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുങ്ങിയൊക്കെ വന്നപ്പോൾ ഏകദേശം വൈകിട്ട് 5 മണിയായി. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഗൂഗിൾ മാപ്പിൽ കോയമ്പത്തൂർ ലൊക്കേഷൻ ഇട്ടു. ഏകദേശം 320 കിലോമീറ്റർ, 6.5 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് കാണിച്ചു. റാന്നി മണിമല കൂത്താട്ടുകുളത്തെത്തിയപ്പോൾ തട്ടുകടയിൽ കയറി ചൂട് ദോശയും കാടമുട്ട ഓംപ്ലേറ്റും ഒക്കെ കഴിച്ച് അവിടുത്തെ ചേട്ടനെ പരിചയപ്പെട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് യാത്ര തുടർന്നു. പിന്നീടും ഇടയ്ക്കൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ചു പോയതുകൊണ്ട് രാത്രി 1 മണിയായി കോയമ്പത്തൂർ അളിയൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെത്തി. അവിടെ കിടന്നുറങ്ങി ശനിയാഴ്ച ഉച്ചവരെ അവിടെ ചെലവഴിച്ചിട്ട് ഏകദേശം ഉച്ചയ്ക്ക് 1:30 അളിയനെയും കൂട്ടി ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെട്ടു. കോയമ്പത്തൂർ ടു ഊട്ടി 100 കിലോമീറ്റർ. 100 കിലോമീറ്ററേ ഉള്ളെങ്കിലും 3.5 മണിക്കൂർ എടുത്തു ഊട്ടിയിലെത്താൻ. കാരണം 14 ഹെയർപിൻ വളവുകളും വീതി കുറഞ്ഞ റോഡും വേഗത്തിൽ പോകാനുള്ള പരിമിതികൾ കാരണം വാഹനങ്ങളെല്ലാം വേഗത കുറച്ചായിരുന്നു സഞ്ചാരം. ഏകദേശം 5 മണിയോടെ ഊട്ടിയിലെത്തി. നല്ല തണുപ്പ്. നേരത്തെ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിൽ കാർ പാർക്ക് ചെയ്തിട്ട് ഊട്ടിയിലെ രാത്രി കാഴ്ച കാണാനും ചൂട് ചായ കുടിക്കാനുമൊക്കെയായി രാത്രി യാത്ര. രാത്രി കാഴ്ചകളൊക്കെ കണ്ടിട്ട് കേരള ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണവും കഴിച്ചിട്ട് നടന്നു റിസോർട്ടിലെത്തി. നല്ല തണുപ്പുള്ളതിനാൽ ബ്ലാങ്കറ്റൊക്കെ മൂടി പുതച്ചൊരുറക്കം. ഉറങ്ങി എഴുന്നേറ്റ് 7:30 കാർ സ്റ്റാർട്ട് ചെയ്തു. നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. കാർ പാർക്കിങ്ങിനോട് ചേർന്നുള്ള കേരള ഭക്ഷണശാലയിൽ നിന്നും പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഉള്ളിൽ കയറി. അതിമനോഹരമായ കാഴ്ചകൾ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വൃക്ഷങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങൾ, പൂക്കൾ, ചെടികൾ, കണ്ണിന് കുളിർമയേകുന്ന നിരവധി കാഴ്ചകൾ. അവിടെയും കാഴ്ചക്കാരിലധികവും മലയാളികൾ തന്നെ. ഈ കാഴ്ചകൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരു കാര്യം, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ അനുസരിച്ചാണ് ഓരോന്നും ആസ്വദിക്കുന്നത് എന്നത്. ചിലർ നന്നായി ആസ്വദിക്കുന്നു. അതേ കാഴ്ചകൾ തന്നെ മറ്റു ചിലർക്ക് ബോറിംഗ് ആയി തോന്നാം. ലൈഫുമായി കണക്ട് ചെയ്താൽ അവസരങ്ങൾ കിട്ടിയാൽ പോലും എല്ലാവർക്കും എല്ലാം ആസ്വദിക്കാൻ കഴിയില്ല എന്നത് തന്നെ. അവരവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് മാത്രമേ ലൈഫ് എങ്ങനെയാകണം ജീവിച്ചു തീർക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. കൂടാതെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതും മനോഹരമാക്കി നിലനിർത്തുന്നതും പരിപാലിക്കുന്നതും കൊണ്ടാണല്ലോ അനേകർ ഇവിടെ കാണുവാനായി കടന്നു വരുന്നത്. പിന്നീട് അവിടെ നിന്നും ഇറങ്ങി റോസ് ഗാർഡൻ. അവിടെ പലതരം റോസാപ്പൂക്കളാണ്. എന്നാൽ ഇപ്പോൾ സീസൺ അല്ലാത്തതിനാൽ പൂക്കൾ കുറവായതിനാൽ സമയം കളയാതെ നേരെ പോയി റൈഡുകളും ബോട്ടിങ്ങുമുള്ള മറ്റൊരു പാർക്ക്. അവിടെ കുട്ടികൾ നന്നായി ആസ്വദിച്ചു. പിന്നീട് അവിടെയുള്ള തേയിലത്തോട്ടങ്ങളിലും മറ്റും പോയി കാഴ്ചകൾ കണ്ടതിന് ശേഷം കോയമ്പത്തൂരിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം 10 മണിയോടെ കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴി ആനമല ടൈഗർ റിസർവ് വനത്തിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ആരംഭിച്ചു. ശരിക്കും ആസ്വദിച്ചത് ആ യാത്രയാണ്. അവിടെ നിന്നും വനത്തിലൂടെ ഏകദേശം 60 കിലോമീറ്ററോളം, 40 ഹെയർപിൻ വളവുകൾ, റോഡ് സൈഡിൽ പലതരം കാട്ടുമൃഗങ്ങൾ. രാത്രി വരെ മാത്രമേ വീഡിയോ പകർത്താൻ കഴിഞ്ഞുള്ളൂ എങ്കിലും ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. അതിമനോഹര കാഴ്ചകളായിരുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം നിറഞ്ഞ യാത്ര.
കാഴ്ചകൾ പകർത്താൻ കഴിയാത്തതിനാൽ ഒരിക്കൽ കൂടി ഈ കാട്ടിലൂടെ സഞ്ചരിച്ച് കൂടുതൽ കാഴ്ചകൾ പകർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ കാഴ്ചകൾ ഇനി വരുന്ന എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. ഫോക്കസ് ഓൺ ലൈഫിലൂടെ നിങ്ങളുടെ സ്വന്തം ആൽബർട്ട് യോഹന്നാൻ. നന്ദി, നമസ്കാരം.